അപ്പോൾ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ പറഞ്ഞു വന്നത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനകത്ത് ലിറ്റററി ഫോംസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ പോയട്രി എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന പോയിന്റ് ഇതായിരുന്നു, അതായത് ഓരോ കവികളും അവരുടെ ചോയ്സ് ഓഫ് മീറ്റർ, അതായത് അവർ ഉപയോഗിക്കുന്ന ഏത് മെട്രിക്കൽ സ്ട്രക്ചറാണ്, ഏത് തരം പ്രാസമാണ് എന്നൊക്കെ ഉള്ളത് അവരുടെ സ്വന്തം ചോയ്സാണ് എന്നുള്ളൊരു പോയിൻ്റാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു ഉദാഹരണം ഇവിടെ എടുത്ത് പറയുകയാണ്. സോ ഓൾസോ വി ടേക്ക് എൻ ഇൻട്രസ്റ്റ് ഇൻ ദ പോയിറ്റ്സ് ചോയ്സ് ഓഫ് മീറ്റേഴ്സ്. Christina Rossetti's frequent use of intricate and curious structures, heavily weighed with rhymes, in an index of her exotic character, of her genius and fastidious element. അതായത് ക്രിസ്റ്റീന റോസറ്റി എന്ന കവി ഒരു വുമൺ പോയിറ്റാണ്. അവരുടെ എഴുത്തുകളെ പറ്റി പൊതുവേ ഉള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള മീറ്റേഴ്സ് അവർ ഉപയോഗിക്കും. അതായത് സങ്കീർണമായിട്ടുള്ള മെട്രിക്കൽ സ്ട്രക്ചറാണ്. ക്യൂരിയസ് സ്ട്രക്ചേഴ്സ്, സങ്കീർണവും കൗതുകകരവുമായിട്ടുള്ള ഒരു മെട്രിക്കൽ സ്ട്രക്ചറാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമ്മൾ കാണുന്നത്. ഹെവിലി വെയ്ഡ് വിത്ത് റൈംസ്, അതായത് പ്രാസങ്ങൾ കൊണ്ട് വളരെയധികം ഭാരിച്ചിരിക്കുന്ന വരികളാണ്. In an index of her exotic character, of her genius and fastidious element, അതായത് അവരുടെ വ്യക്തിത്വത്തിലുള്ള വിചിത്രമായിട്ടും വളരെ വേഗതയുള്ളതുമായിട്ടുള്ള, ഫെസ്റ്റീഡിയസ് എന്ന് പറയുമ്പോൾ വേഗതയുള്ളതുമായിട്ടുള്ള ഘടകങ്ങൾ അവരുടെ കവിതയിൽ ചിത്രീകരിക്കാറുണ്ടായിരുന്നു. അടുത്ത ഒരു എഴുത്തുകാരനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, Longfellow's experiment with many a metrical form found in the various literatures of Europe exhibit, though his power of absorption has lack of originality. അതായത് ലോങ്ഫെല്ലോ എന്ന കവിയുടെ എഴുത്തുകളിൽ പല തരത്തിലുള്ള മീറ്ററുകൾ മാറി മാറി അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഒരു സ്വാഭാവികത അല്ലെങ്കിൽ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ദർശിക്കാൻ പറ്റുന്നതല്ല. അടുത്തത്, ദ യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാൻസാസ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് പീരിയഡ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ലിറ്ററേച്ചർ ഈസ് യെറ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഇൻ ദ സ്റ്റഡി ഓഫ് പോയട്രി. അതായത് കവിതകളെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ കാലഘട്ടങ്ങളിലൂടെ പഠിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. ദ യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാൻസാസ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് പീരിയഡ്സ്, അതായത് ഓരോ കാലഘട്ടത്തിലും ഓരോ തരം സ്റ്റാൻസകൾ കവികൾ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ദ പ്രിഡോമിനൻസ് ഓഫ് ദ സ്പെൻസീരിയൻ സ്റ്റാൻസ ഫ്രം 1725 to 1775 is an illustration of the awakening interest in Spenser and his works. അതായത് 18-ാം നൂറ്റാണ്ടിൽ എന്ന് പറയുമ്പോൾ 1725 മുതൽ 1775 വരെയുള്ള കാലഘട്ടത്തിൽ സ്പെൻസീരിയൻ സ്റ്റാൻസകൾ കവികൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതായത് എഡ്മണ്ട് സ്പെൻസർ തുടങ്ങി വെച്ച സ്പെൻസീരിയൻ സ്റ്റാൻസ അത് കവികളുടെ ഇടയിൽ വളരെ പ്രചാരത്തിലായിരുന്നു. അതുപോലെ തന്നെ ദ അയാംബിക് പെൻറ്റാമീറ്റർ ഓർ ദ ഹീറോയിക് കപ്ലെറ്റ് ഡോമിനേറ്റഡ് ദ അഗസ്റ്റൻ ഏജ്. അഗസ്റ്റൻ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അഗസ്റ്റ് സീസറിൻ്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ BC 43 മുതൽ AD 18 വരെയാണ് അഗസ്റ്റൻ ഏജ് എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അയാംബിക് പെൻറ്റാമീറ്റർ അല്ലെങ്കിൽ ഹീറോയിക് കപ്ലെറ്റ്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, അതിൻ്റെ ഒരു പോപ്പുലാരിറ്റിയാണ് ദർശിക്കാൻ സാധിക്കുന്നത്. അടുത്തത്, സിൻസ് ദ പോയറ്റ്സ് ഓഫ് ദിസ് പീരിയഡ് ഫേവേർഡ് ഇറ്റ് ഫോർ ഇറ്റ്സ് എപ്പിഗ്രമാറ്റിക് ടേഴ്സ്നെസ് ആൻഡ് ഫോഴ്സ് ഫോർ യൂസിങ് ഇറ്റ് ഇൻ ദർ സെറ്റയേഴ്സ്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ കവികൾ സ്പെൻസീരിയൻ സ്റ്റാൻസ അല്ലെങ്കിൽ അയാംബിക് പെൻറ്റാമീറ്ററും അതുപോലെ തന്നെ ഇറ്റ്സ് അതർവൈസ് നോൺ ആസ് ഹീറോയിക് കപ്ലെറ്റ് ഇത് ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അക്കാലഘട്ടത്തിൽ എപ്പിഗ്രമാറ്റിക് ടേഴ്സ്നെസ്സിനായിരുന്നു പ്രാധാന്യം. അതായത് എപ്പിഗ്രമാറ്റിക് എന്ന് പറയുമ്പോൾ വലിയൊരു ആശയത്തിനെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ ബുദ്ധിപൂർവമായിട്ട് പ്രയോഗിക്കുന്ന ഒരു രീതിയാണ് എപ്പിഗ്രമാറ്റിക് ടേഴ്സ്നെസ് എന്ന് പറയുന്നത്. ആ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു വാക്കുകളുടെ പ്രയോഗത്തിലായിരുന്നു എഴുത്തുകാർ
എഴുത്തുകാർക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് ഹീറോയിക് കപ്ലറ്റ് അക്കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. അടുത്തത്, ദ റൈസ് ഓഫ് റൊമാൻറ്റിക് ഫോം ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് എ ജനറൽ ക്വസ്റ്റ് ഫോർ ഗ്രേറ്റർ ഫ്രീഡം ആൻഡ് മോർ വെറൈറ്റി. അതിനുശേഷമാണ് റൊമാൻറ്റിക് കവിതകളുടെ ഉത്ഭവം. അത് എഴുത്തുകാരിൽ കൂടുതൽ ഫ്രീഡം നൽകി. റൊമാൻറ്റിക് ഫോം എന്ന് പറയുമ്പോൾ കാൽപ്പനിക കവിതകളാണ്. എന്ന് പറയുമ്പോൾ കൂടുതൽ സാങ്കല്പിക ലോകത്തിൽ വിരാജിക്കുന്ന തരത്തിലുള്ള എഴുത്തായിരുന്നു കാൽപ്പനിക എഴുത്ത് എന്ന് പറയുന്നത്. Blank verse is another principal form of unrhymed verse used in the modern age, and this form is very popular. മോഡേൺ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട മെട്രിക്കൽ ഫോമാണ് ബ്ലാങ്ക് വേഴ്സ്. പിന്നെ there are some other forms which have not established themselves in English poetry. പിന്നെ പല കവികളും പല തരത്തിലുള്ള മെട്രിക്കൽ ഫോമുകൾ കൊണ്ടുവന്നു എങ്കിലും അവ പലതും കാലക്രമേണ ഇല്ലാതായി പോവുകയാണ് ചെയ്തത്. അതൊന്നും ഡോമിനൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പോയട്രിയിൽ നിലനിന്നില്ല. അടുത്തത് നമ്മൾ പൊയറ്റിക് ഡിക്ഷൻ എന്നുള്ള ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. പൊയറ്റിക് ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ലിംഗ്വിസ്റ്റിക് സ്റ്റൈൽ എന്നാണ് അർത്ഥം. അതായത് കവിത എഴുതുന്നതിൻ്റെ ഒരു ഭാഷാ ശൈലി എന്നാണ് അർത്ഥം. അപ്പോൾ പൊയറ്റിക് ഡിക്ഷനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. Poetic diction is an interesting problem that deserves our attention since it makes specific differences between prose and poetry, especially the mysterious power of words and combinations of words through associations of sounds. അതായത് പൊയറ്റിക് ഡിക്ഷനാണ് പ്രോസും പോയട്രിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം മുന്നോട്ട് വെക്കുന്നത്. അതായത് ഗദ്യവും പദ്യവും തമ്മിലുള്ള വ്യത്യാസം വാക്കുകളുടെ ഒരു സങ്കീർണതകളിലൂടെ അല്ലെങ്കിൽ വാക്കുകളുടെ മനോഹരമായിട്ടുള്ള പ്രയോഗത്തിലൂടെ ഗദ്യവും പദ്യവും തമ്മിലുള്ള വേർതിരിവ് വരച്ച് കാണിക്കുന്നത് പൊയറ്റിക് ഡിക്ഷനാണ്. അടുത്തത്, സിൻസ് ദ ഡിക്ഷൻ ഓഫ് പോയട്രി ഈസ് ഇൻഎവിറ്റബ്ലി ഫിഗറേറ്റീവ് ആൻഡ് അല്യൂസീവ്, the figures of speech and other subtle suggestion that go into the element of its texture are to be considered from the point of view of the resources and aesthetic value. അതായത് പൊയറ്റിക് ഡിക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കവിതയുടെ എഴുത്ത് ശൈലി എന്ന് പറയുന്നത് വളരെയധികം ഫിഗറേറ്റീവാണ്, അതായത് ആലങ്കാരികമാണ്, അല്യൂസീവാണ്, അതായത് സൂചനകൾ കൊണ്ട് നിറഞ്ഞതാണ്. The figures of speech and other subtle suggestions, അതായത് അലങ്കാര പ്രയോഗങ്ങളും subtle suggestions, അതായത് സൂക്ഷ്മമായിട്ടുള്ള നിർദ്ദേശങ്ങളും that go into the element of its texture, അതായത് ആ കവിതയുടെ ഒരു ടെക്സ്ചറിലേക്ക് ഈ ഒരു കാര്യമാണ് ആഴ്ന്നിറങ്ങി പോകുന്നത്. are to be considered from the point of view of the resources and aesthetic value. ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഒരു കവിത ആസ്വാദ്യകരമാകുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. Mention has to be made here about some details of poetic style, such as the varied use of consonants and vowels in order to produce special effects, as in the case of an accomplished master's apt alliterations, artful aid. അതായത് ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് പോയട്രിയിൽ ഉപയോഗിക്കുന്ന അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസണന്റ് സൗണ്ടുകൾ റിപ്പീറ്റായിട്ട് വരുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിനെ പ്രാസം എന്നാണ് പറയുന്നത്. അലിട്രേഷനും പിന്നെ വവലുകൾ റിപ്പീറ്റായിട്ട് വരുന്നതും, അതായത് പലതരം കോൺസണന്റുകളും വവലുകളും പ്രത്യേക രീതിയിൽ ഉപയോഗിച്ച് കവിതയിൽ ഒരു താളം അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി ഉണ്ടാക്കുന്നത് കവിതയുടെ ഭംഗി കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, അല്ലെങ്കിൽ കവിതയുടെ എസ്തെറ്റിക് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ, so far we have laid down some technical aspects for guidance in the study of poetry. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കവിത പഠിക്കുമ്പോൾ കവിതയ്ക്കുള്ളിലെ ടെക്നിക്കൽ സൈഡാണ്. ഇത്തിരി സങ്കീർണമായിട്ടുള്ള ടെക്നിക്കൽ വശങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക വശങ്ങളാണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത്. We may for instance take up the works of a single poet. നമുക്ക് കവിതയുടെ പഠനാർത്ഥം ഒരു പോയറ്റിനെ എടുത്ത് നമുക്ക് പഠിക്കാം. Our business will be to analyze the content
of his writings and investigate the salient features of his art. അതായത് ഒരു കവിയെ എടുത്ത് പഠിക്കുമ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് അനലൈസ് ദ കണ്ടന്റ് ഓഫ് ഹിസ് റൈറ്റിങ്സ്, അതായത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ കണ്ടന്റിനെ വിശകലനം ചെയ്യുക. പിന്നെ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹിസ് ആർട്ട്, അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു കലയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സവിശേഷതകളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സവിശേഷതകളെ പറ്റി കണ്ടുപിടിക്കുക, അതിലേക്കൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നൊക്കെ ഉള്ളതാണ് ഒരു കവിത പഠിക്കുമ്പോൾ സാഹിത്യ വിദ്യാർത്ഥിയുടെ ജോലികൾ. We try to trace the derivative elements in his thought and style and to consider his relations with the spirit and movement of his time. അതായത് നമ്മൾ ആ കവിയുടെ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തയും ശൈലിയും മനസ്സിലാക്കണം. Otherwise we can pass on to another point and we can compare and contrast his work point by point. Otherwise we can study a great body of poetry like the English poetry, following its ebb and flow from epoch to epoch, the rise and decline of the different schools, traditions and methods. അതായത് സാഹിത്യ വിദ്യാർത്ഥി കവിതയെ പറ്റി പഠിക്കുമ്പോൾ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു കവിയെ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കവിതയിൽ ആഴ്ന്നിറങ്ങി അദ്ദേഹത്തെ പറ്റി പഠിക്കാം, അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിലൂടെ പഠിക്കാം. മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പോയട്രി എന്ന് പറയുന്ന ആ ഒരു ഹോൾ ബോഡിയെ തന്നെ എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഫോളോയിങ് ഇറ്റ്സ് എബ് ആൻഡ് ഫ്ലോ, ഇംഗ്ലീഷ് പോയട്രി അതിൻ്റെ വളർച്ചാ ഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്ന എബ് ആൻഡ് ഫ്ലോ എന്ന് പറയുമ്പോൾ കയറ്റിറക്കങ്ങൾ, ഫ്രം ഇപ്പോക്ക് ടു ഇപ്പോക്ക് അതിൻ്റെ വളർച്ചാ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കാലഘട്ടങ്ങളിലൂടെയുള്ള അതിൻ്റെ കയറ്റിറക്കങ്ങൾ, ദ റൈസ് ആൻഡ് ഡീക്ലൈൻ ഓഫ് ദ ഡിഫറെൻറ്റ് സ്കൂൾസ്, അതായത് വിവിധ ദർശനങ്ങൾ അല്ലെങ്കിൽ സാഹിത്യ ദർശനങ്ങളുടെ സ്കൂൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് സാഹിത്യ ദർശനങ്ങളെയാണ്. സാഹിത്യ ദർശനങ്ങളുടെ ഡീക്ലൈൻ ആൻഡ് റൈസ് ആൻഡ് ഡീക്ലൈൻ അതിൻ്റെ ഉത്ഭവവും അതിൻ്റെ പതനങ്ങളും, ട്രഡീഷൻസ് ആൻഡ് മെത്തേഡ്സ് വിവിധ തരം ട്രഡീഷൻസ് രീതികൾ ഇതിനെയൊക്കെ അനലൈസ് ചെയ്ത് പഠിക്കുന്നത് മറ്റൊരു മെത്തേഡാണ്. ഇതെല്ലാം തന്നെയും ഒരു സാഹിത്യ വിദ്യാർത്ഥി കടന്നു പോകേണ്ട വഴികൾ തന്നെയാണ്. We can also note sometimes we may devote our attention to the history of one great poetic form such as the epic or elegy through its course of evolution and transformation in different literatures at different times. മറ്റൊരു സാഹിത്യ പഠന രീതി അല്ലെങ്കിൽ മറ്റൊരു കവിതാ പഠന രീതി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫോം ഓഫ് കവിത അല്ലെങ്കിൽ അതായത് ഒരു എലിജി അല്ലെങ്കിൽ എപ്പിക് എന്ന് പറയുമ്പോൾ ഇതിഹാസ കാവ്യം അല്ലെങ്കിൽ എലിജി എന്ന് പറയുമ്പോൾ വിലാപകാവ്യം, ഇതിനെ മാത്രം എടുത്ത് പഠിക്കുക. അതിൻ്റെ കോഴ്സ് ഓഫ് ഇവല്യൂഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വളർച്ചയുടെ പരിണാമ ഘട്ടങ്ങളിലൂടെ അതിനെ ആ ഒരു കവിതാ ശാഖയെ പറ്റി പഠിക്കുക. ഇൻ ഡിഫറെൻറ്റ് ലിറ്ററേച്ചേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്, അതായത് വിവിധ കാലഘട്ടങ്ങളിലൂടെ അതിനെ പഠിക്കുക. ഓർ എൽസ് വി ക്യാൻ സെലക്ട് എ സ്പെഷ്യൽ തീം ലൈക്ക് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് നേച്ചർ ഇൻ പോയട്രി ആൻഡ് സ്റ്റഡി ഹൗ ഇറ്റ് ബ്രാഞ്ചസ് ഔട്ട് ഇൻ ഡിഫറെൻറ്റ് ഡിറക്ഷൻസ് ആൻഡ് കണക്ട്സ് ഇറ്റ് സെൽഫ് അറ്റ് മെനി പോയിൻറ്റ്സ്. മറ്റൊരു രീതി എന്ന് പറയുന്നത് കവിതയിലെ ഒരു തീം ആയിട്ടുള്ള നേച്ചർ അല്ലെങ്കിൽ പ്രകൃതി അതിനെപ്പറ്റി എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. വിവിധ കവികൾ നേച്ചറിനെ എങ്ങനെയാണ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, ട്രീറ്റ്മെൻറ്റ് ഓഫ് നേച്ചർ ഇൻ പോയട്രി ആൻഡ് സ്റ്റഡി ഹൗ ഇറ്റ് ബ്രാഞ്ചസ് ഔട്ട് ഇൻ ഡിഫറെൻറ്റ് ഡിറക്ഷൻസ്, അത് എങ്ങനെയൊക്കെയാണ് ശാഖോപശാഖകളായിട്ട് പല ഡിറക്ഷൻസിലേക്ക് ആ ഒരു കവിതാ രീതി വളർന്ന് പന്തലിച്ചിരിക്കുന്നത്, ഇതൊക്കെ പഠിക്കുക എന്നുള്ളത് മറ്റൊരു രീതിയാണ്. ഇൻ ദ ഏർലിയർ പാരഗ്രാഫ് സം വേസ് ഓഫ് റീഡിംഗ് പോയട്രി സിസ്റ്റമാറ്റിക്കലി ആർ മെൻഷൻ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കവിതകളെ പറ്റി മനസ്സിലാക്കുന്നതിൻ്റെ പല രീതികളാണ്. If we adopt these methods, it makes our study of poetry more interesting and more profitable. അപ്പോൾ ഈ രീതികൾ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമ്മുടെ കവിതാ പഠനം എന്ന് പറയുന്നത് കൂടുതൽ രസകരമാവും, കൂടുതൽ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ കൂടുതൽ ഫ്രൂട്ട്ഫുള്ളും ആകും. The most important point in the study of poetry is that
it is nothing to read, it's nothing to read poetry for sheer enjoyment. അതായത് എന്തൊക്കെ പറഞ്ഞാലും കവിത എന്ന് പറയുന്നത് ആത്യന്തികമായി വായനക്കാർക്ക് ഉല്ലാസം പകരാനുള്ള ഒരു സാഹിത്യശാഖയാണ്. എന്നാൽ എല്ലാ മനുഷ്യർക്കും കവിത ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയാണ്. അതായത് it should also be read for its own sake as a thing of beauty fraught with its infinite meaning for those who feel and have a heart to understand it. അതായത് കവിത ആസ്വദിക്കണമെങ്കിൽ കവി ഹൃദയം ഉള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. To attain this ability, we have to cultivate our faculty of poetic appreciation since it becomes more important. അതായത് കവിത ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ കാവ്യ ആസ്വാദനം എന്ന് പറയുന്ന നമ്മുടെ ഒരു കഴിവ് നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരാവശ്യമുണ്ട്. Appreciation of poetry is a personal experience and it varies from one individual to another. അതായത് കവിത ആസ്വാദനം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയിലും ഓരോ തരത്തിലാണ്. റൂൾസ് ആൻഡ് കൗൺസിൽസ് പ്രൂവ് ലിറ്റിൽ സർവീസ് ഇൻ ദിസ് റിഗാർഡ്. ഈ ഒരു കാര്യത്തിൽ നിയമങ്ങൾക്കോ ഉപദേശങ്ങൾക്കോ യാതൊരു സാധുതയുമില്ല. A lover of poetry may transmit something of his enthusiasm to others, but in the end each reader must be left to himself. അതായത് ഓരോ വായനക്കാരനും കവിത ആസ്വദിക്കുന്നത് ഓരോ രീതിയിലാണ്. There is one practical piece of advice. In our reading of poetry, we should remember that the poet appeals to the poet in us. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു കവിത നമ്മൾ വായിക്കുമ്പോൾ ആ കവിത ആകർഷിക്കുന്നത് നമ്മുടെ ഉള്ളിലെ കവിയെയാണ്. So our real enjoyment depends upon our own keenness of imaginative apprehension and emotional response. അതായത് നമ്മുടെ യഥാർത്ഥ എൻജോയ്മെൻറ്റ് ഒരു കവിത വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആസ്വാദനം എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ കീൻനെസ് ഓഫ് ഇമാജിനേറ്റീവ് അപ്രിഹെൻഷൻ. അതായത് സാങ്കല്പിക ലോകത്തിൽ വിരാജിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവനുസരിച്ചിരിക്കും ഒരു കവിതയുടെ ആസ്വാദനം. ആൻഡ് ഇമോഷണൽ റെസ്പോൺസ്, ഒരു കവിത വായിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണത്തിനെയും അത് വളരെയധികം സ്വാധീനിക്കുന്നതാണ്. In other words, the reader has to seize the true secret and virtue of a poem. അതായത് ഒരു വായനക്കാരന് കവിതയിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ വേർച്യൂ, യഥാർത്ഥ നന്മ അല്ലെങ്കിൽ അതിൻ്റെ ട്രൂ സീക്രട്ട് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. This could be achieved only through the exercise on our part those power that went into the making of the poem itself. അതായത് ഈ ഒരു കഴിവ് നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്. കവിത ആസ്വാദനം എന്ന് പറഞ്ഞ കഴിവ് വളർത്തിയെടുക്കേണ്ടതാണ്. കവിത എഴുതുമ്പോഴുള്ള കവിയുടെ മനസ്സ് വായനക്കാരന് അനുഭവസാധ്യമാകണം. അതായത് ഒരു കവിത വായിക്കുമ്പോൾ നമ്മൾ കവിയുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഹഡ്സൺ കണ്ടംസ് പീപ്പിൾ ഹു ഡു നോട്ട് പൊസസ് എ പൊയറ്റിക് സെൻസ്. ഹഡ്സൺ എന്ന് പറയുന്ന ക്രിട്ടിക്ക് പൊയറ്റിക് സെൻസ് ഇല്ലാത്ത ആൾക്കാരെ അപലപിക്കുന്നുണ്ട്. അതായത് കവി ഹൃദയം ഇല്ലാത്തവരെ അദ്ദേഹം പുച്ഛത്തോടെയാണ് അദ്ദേഹം കാണുന്നത്. They can never appreciate the beauty and meaning of poetry just as a person without a musical ear cannot appreciate the beauty and meaning of music. ഇത് ഏതുപോലെയാണ്? സംഗീതം ആസ്വദിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ ചുറ്റും കുറച്ച് പേർക്ക് പാടാൻ കഴിവുണ്ട്, കുറച്ച് പേർക്ക് പാട്ട് ആസ്വദിക്കാൻ കഴിവുണ്ട്. ചിലർക്ക് പാടാൻ കഴിവുണ്ടാവില്ല, ആസ്വദിക്കാൻ കഴിവുണ്ടാവും. എന്നാൽ ചിലർക്ക് പാടാനും കഴിവുണ്ടാവില്ല, ആസ്വദിക്കാനും കഴിവുണ്ടാവില്ല. അപ്പം അതുപോലെ തന്നെയാണ് കവിതയുടെ ആസ്വാദനവും എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് ദിസ് poetic sense can be cultivated if it exists even in its rudimentary form since it is latent in the majority of the people. അതായത് ഈ ഒരു കാവ്യാസ്വാദനം എന്നുള്ള കഴിവ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, അത് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഈവൻ ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഇൻ ഇറ്റ്സ് റുഡിമെൻ്ററി ഫോം, അതായത് അത് വളരെ അടിസ്ഥാനപരമായിട്ട് അല്പമെങ്കിലും ഒരാളിൽ ഉണ്ട് എങ്കിൽ അത് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും.
ഫോം സിൻസ് ഇറ്റ് ഈസ് ലേറ്റൻറ്റ് ഇൻ ദ മെജോറിറ്റി ഓഫ് പീപ്പിൾ. അതായത് മിക്കവാറും ആൾക്കാരിൽ കാവ്യാസ്വാദനം എന്ന് പറയുന്ന കഴിവ് ലേറ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഹിഡൻ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഒളിഞ്ഞു കിടക്കുകയായിരിക്കും. The best way of cultivation can be achieved through a daily exercise of a sympathetic contact with the poetry of great masters. അതിന് കാവ്യ ആസ്വാദനം വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ഒരു തുടർച്ചയായിട്ടുള്ള, അതായത് എല്ലാ ദിവസവുമുള്ള വലിയ മഹാന്മാരുടെ കവിതകൾ നിരന്തരം വായിച്ച് ആസ്വദിക്കുന്നതിലൂടെയാണ് ഈ ഒരു കഴിവ് വളർത്തിയെടുക്കേണ്ടത്. ഗ്രാജുവലി we learn to appreciate and enjoy a poem. അപ്പോൾ നമ്മൾ വളരെ പതുക്കെ ഒരു കവിത ആസ്വദിക്കാനുള്ള കഴിവ് നമ്മളിൽ വളർന്നു വരും. Professor Butcher points out that the art of printing has made dull our literary perception. അതായത് പ്രൊഫസർ ബച്ചർ പറഞ്ഞിരിക്കുന്നത് പ്രിന്റിങ്ങോടുകൂടി കവിതയുടെ ആസ്വാദനം കുറഞ്ഞു എന്നതാണ്. Words in his opinion have a dual role, they should be seen and heard. അദ്ദേഹം പറയുന്നത് കവിതയ്ക്ക് രണ്ട് റോളാണുള്ളത്. അത് കാണുകയും വേണം, അത് കേൾക്കുകയും വേണം. കേൾവി ഇല്ലെങ്കിൽ അതിൻ്റെ ആസ്വാദനം പകുതി മരിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. വി മിസ് മച്ച് ഓഫ് ദ ചാം ഓഫ് എ പോം. അപ്പോൾ ഇത് രണ്ടുമില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഉച്ചാരണവും അതിൻ്റെ ശബ്ദഭംഗിയും കേട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കവിതയുടെ വശ്യത നഷ്ടപ്പെടുന്നു. It is the eye alone has to do the job for the ear also. നമ്മൾ കവിത വായിക്കുമ്പോൾ ചെവി ചെയ്യേണ്ട ജോലി കണ്ണ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. Words are half alive on the printed page without their vocal force. അതായത് പ്രിന്റ് ചെയ്തിരിക്കുന്ന പേജിൽ കിടക്കുന്ന വാക്കുകൾക്ക് പകുതി ജീവനേ ഉള്ളൂ. കാരണം അതിൻ്റെ വോക്കൽ ഫോഴ്സ് ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കേൾക്കാനുള്ള ഒരു സുഖം അവിടെ നഷ്ടപ്പെടുന്നു. Butcher brings home the fact that throughout the Greek period and even during the days of the Roman Empire, the custom was to read both prose and verse not silently but aloud in a company. അതായത് ഗ്രീക്ക് കാലഘട്ടത്തിൽ, 9ാമത്തെ സെഞ്ച്വറിയാണ് ഗ്രീക്ക് കാലഘട്ടം എന്ന് പറയുന്നത്. ഗ്രീക്ക് കാലഘട്ടത്തിലും റോമൻ എംപയറിൻ്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ BC 625, BC 625 മുതൽ BC 510 വരെയാണ് റോമൻ എംപയർ കാലഘട്ടം. ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും പദ്യങ്ങളും ഗദ്യങ്ങളും ഉറക്ക വായിച്ച് കേട്ടാണ് ആസ്വദിച്ചിരുന്നത്. Silently reading was then a curious departure from the common practice. അങ്ങനെ ഇത് പതുക്കെ ഇല്ലാതാവുകയാണ് ചെയ്തത്. In Augustine's Confessions we read, his eye scanned the pages but his voice and tongue were silent. Confessions എന്ന് പറയുന്ന കവിതയിൽ ഒരു വരിയുണ്ട്, കണ്ണുകൾ ആ വരികൾ സ്കാൻ ചെയ്തു, പക്ഷേ വാക്കും നാക്കും നിശബ്ദമായിരുന്നു. Hence, it is clear that poetry is musical speech. അതുകൊണ്ട് തന്നെ പോയട്രി എന്ന് പറയുന്നത് സംഗീതാത്മകമായിട്ടുള്ള സ്പീച്ചാണ്, പ്രസംഗമാണ്. Poetry owns much of its beauty, its magic, its peculiar power of stirring the feeling and arousing the imagination of its verbal felicity and its varied melodies of meter and rhyme, and its full significance can be appreciated only when it addresses us through the ear. അതായത് വേർബൽ ഫെലിസിറ്റി എന്ന് പറയുമ്പോൾ കവിതയുടെ വാക്കുകൾ കൊണ്ടുള്ള ആശംസ അർപ്പിക്കലാണ് കവിത. വേരീഡ് മെലഡീസ്, കവിത എന്ന് പറയുമ്പോൾ ഒരു മധുര സംഗീതമാണ്. വിത്ത് മീറ്റർ ആൻഡ് റൈം, അതായത് വൃത്തങ്ങളും പ്രാസങ്ങളും നിറഞ്ഞതാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ കവിത എപ്പോഴും ചെവിയിലൂടെയും കൂടി ആസ്വദിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ അതിൻ്റെ ആസ്വാദനം പൂർണ്ണമാവുകയുള്ളൂ. അടുത്ത്, therefore we should practice to read poetry aloud. അതുകൊണ്ട് തന്നെ നമ്മൾ കവിത ഉറക്കെ വായിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് പോയട്രി എന്ന് പറയുന്ന ലെസണിലുള്ള പ്രധാനപ്പെട്ട പ്രതിപാദ്യം. ഇനി നമ്മൾ റിവിഷൻ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് വായിച്ചു പോവുകയാണ്. റിവിഷൻ പോയിന്റ് എന്ന് പറയുമ്പോൾ
സ്റ്റിൽ ദ ക്ലിയർ ഡെഫിനിഷൻ ഓഫ് പോയട്രി ഈസ് നോട്ട് മെയ്ഡ് ബൈ ക്രിട്ടിക്സ് ആൻഡ് പോയറ്റ്സ്. എന്തൊക്കെ പറഞ്ഞാലും പോയട്രിയുടെ ഒരു യഥാർത്ഥ ഡെഫിനിഷൻ ഇപ്പോഴും അവൈലബിൾ അല്ല. അടുത്തത് പോയട്രി ഈസ് എൻ ആൻറ്റിതെസിസ് ഓഫ് സയൻസ്. പോയട്രി എന്ന് പറയുന്നത് സയൻസിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് ആൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലൈഫ് ത്രൂ ഇമാജിനേഷൻ. അത് ജീവിതത്തിൻ്റെ ഒരു നിർവചനമാണ്. ഏതിലൂടെ? സങ്കല്പ ലോകത്തിലൂടെ. പോയട്രി ക്യാൻ ബ്രോഡ്ലി ബി ക്ലാസിഫൈഡ് ഇൻറ്റു സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് പോയട്രി. പോയട്രിയെ സബ്ജക്റ്റീവ് പോയട്രി എന്നും ഒബ്ജക്റ്റീവ് പോയട്രി എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. മീറ്ററിസ് പോയട്രി റെഫേഴ്സ് ടു ദ ഓർഡേർഡ് റിതം ഓഫ് ദ ലൈൻസ്. മീറ്റർ എന്ന് പറയുന്നത് വരികളുടെ ഓർഡേർഡ് റിതമാണ്, അല്ലെങ്കിൽ അടുക്കി വെച്ചിട്ടുള്ള താളമാണ് മീറ്റർ എന്ന് പറയുന്നത്. ഇനി റൈം ആഡ്സ് ടു ദ മ്യൂസിക്കൽ ക്വാളിറ്റി ഓഫ് പോയട്രി. പ്രാസം എന്ന് പറയുന്നത് കവിതയുടെ സംഗീതം ഉണ്ടാക്കുന്ന കാര്യമാണ്. സ്റ്റാൻസ റെഫർ ടു ദ ഡിവിഷൻ ഓഫ് പോയട്രി ഇൻ ദ ഫോം ഓഫ് ഗ്രൂപ്പ് ഓഫ് ലൈൻസ്. സ്റ്റാൻസ എന്ന് പറയുന്നത് ഒരു കവിതയെ ഗ്രൂപ്പ് ഓഫ് ലൈൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി എന്തൊക്കെ അസൈൻമെൻറ്റ്സ് ആണ് ഈ പാഠത്തിലുള്ളതെന്ന് നോക്കാം. കളക്ട് ദ വേരിയസ് ഡെഫിനിഷൻസ് ഓഫ് പോയട്രി ഗിവൺ ബൈ ക്രിട്ടിക്സ് ആൻഡ് പോയറ്റ്സ്. വിവിധ നിരൂപകരും കവികളും കവിതയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർവചനം എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ പ്രിപ്പയർ എ ചാർട്ട് ഷോയിങ് ദ വേരിയസ് ഫോംസ് ഓഫ് പോയട്രി. ഏതൊക്കെ തരം പോയട്രി ഉണ്ട് എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കി വയ്ക്കുക. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റാൻസ ഫോംസ് ഇഫ് പോസിബിൾ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. സ്റ്റാൻസ ഫോംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി കീവേഡ്സ്. ഇതിനകത്ത് നിങ്ങൾ പുതിയതായിട്ട് പഠിച്ച പ്രധാനപ്പെട്ട വാക്കുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. ലിറിക്, സോണറ്റ്. സോണറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ലിറിക് ഓഫ് 14 ലൈൻസ്. ഒരു ചെറിയ 14 വരിയുള്ള ഒരു ഭാവഗീതമാണ് സോണറ്റ്. ഇറ്റ് ഈസ് എ സബ്ജക്റ്റീവ് ഫോം ഓഫ് പോയട്രി. അത് സബ്ജക്റ്റീവ് പോയട്രി ആണ്. ഒക്റ്ററ്റ്. അടുത്തത് ഒക്റ്ററ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 8 ലൈൻഡ് പോം. 8 വരികളുള്ള കവിതയാണ് ഒക്റ്ററ്റ് എന്ന് പറയുന്നത്. ഒക്റ്ററ്റിന് മറ്റൊരു നിർവചനവും കൂടിയുണ്ട്. അതായത് 8 തരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള പാട്ടുകളെയും അങ്ങനെ പറയാറുണ്ട്. അടുത്തത് റൈം എന്ന് പറഞ്ഞാൽ എന്താണ്? റൈം എന്ന് പറഞ്ഞാൽ സെയിംനെസ് ഓഫ് സൗണ്ട് ബിറ്റ്വീൻ വേർഡ്സ് ഓർ സിലബിൾസ് എസ്പെഷ്യലി ദ എൻഡിങ്സ്. റൈം എന്ന് പറഞ്ഞാൽ വരികളുടെ അവസാനത്തിലുള്ള വാക്കുകളുടെ ശബ്ദത്തിലുള്ള സാദൃശ്യത്തിനെയാണ് റൈം എന്ന് പറയുന്നത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വായിക്കാം. റൈറ്റ് ആൻ എസ്സേ ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് പോയറ്റിക് ഡിക്ഷൻ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ റിസോഴ്സസ് ആൻഡ് എസ്തെറ്റിക് വാല്യൂ. പോയറ്റിക് ഡിക്ഷനെ പറ്റിയിട്ട് ഒരു എസ്സേ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ക്യാൻ പോയട്രി ബി പ്യൂർലി സബ്ജക്റ്റീവ്. പോയട്രി സബ്ജക്റ്റീവ് മാത്രമാകാമോ? അപ്പോൾ അത് നിങ്ങളുടെ സ്വന്തം അഭിപ്രായമാണ് എഴുതേണ്ടത്. അപ്പം അല്ല, ഒബ്ജക്റ്റീവ് പോയട്രി ഉണ്ടെന്നും അതിനെ പറ്റിയിട്ടുള്ള നേരത്തെ കേട്ട പോയിൻറ്സും ഒക്കെ ഇവിടെ വിശദീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ വ്യൂ. നിങ്ങളുടെ സ്വന്തം അഭിപ്രായമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ യൂണിറ്റിലുള്ളത്. താങ്ക് യു.